എല്ലാ ക്രിസ്മസ് കാലത്തും നാം അനുസ്മരിക്കുന്ന ഒരു കൂട്ടരാണ് ആട്ടിടയർ. ഈശോയുടെ ജനനസമയത്ത് ബെത്ലഹേമിന് വെളിയിൽ വയലിൽ ആടുകൾക്ക് കാവലിരുന്ന ആട്ടിടയരുടെ പക്കലേക്കാണ് ദൈവദൂതൻ ഈശോയുടെ ജനനവാർത്തയുമായിട്ട് കടന്നു ചെല്ലുന്നത്. ഇടയനായിരുന്ന ദാവീദ് രാജാവിൻ്റെ സിംഹാസനാവകാശിയുടെ ജനനം ആദ്യമായിട്ട് അറിയിക്കപ്പെടുന്ന ഇടയന്മാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് രാജാക്കന്മാരെയും സമൂഹത്തിലെ പ്രമുഖരെയും മത നേതാക്കളെയും വരേണ്യ വർഗത്തിനെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ദരിദ്രരും നിസ്സാരരുമായ ആട്ടിടയരുടെ പക്കലേക്ക് ദൂതൻ ചെന്നതും അവർക്ക് രക്ഷകന്റെ ദർശന സൗഭാഗ്യം ലഭിക്കാനിടയായതും എന്നുള്ളത് ചിന്തനീയമാണ്. ലൂക്കായുടെ സുവിശേഷം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പാവപ്പെട്ടവരോടും പാപികളോടും പ്രത്യേക പരിഗണന പുലർത്തുന്നതാണ്. ആട്ടിടയന്മാർ സമൂഹ ദൃഷ്ടിയിൽ സമ്പത്തില്ലാത്തവരും പാണ്ഡിത്യമില്ലാത്തവരും ലോകത്തിലെ വിലകളൊന്നും സ്വന്തമായിട്ട് ഉള്ളവരുമായിരുന്നില്ല. കൂടാതെ അവര് പാപികളായിട്ട് കൂടി അവരെ പരിഗണിച്ചിരുന്നു. കാരണം ആടുകളുടെ എണ്ണത്തിലും മറ്റുമൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് തങ്ങളുടെ യജമാനന്മാരെ കബളിപ്പിക്കുന്ന വ്യക്തികളായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുഷ്പേര് തന്നെ ഇടയന്മാർക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇപ്രകാരം സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട പാവപ്പെട്ട പാപികളായ ആട്ടിടയർക്ക് ലഭിക്കുന്നത് തികച്ചും ഉചിതമാണ്. ഈശോയുടെ ജനന വാർത്ത കേട്ട ആട്ടിടയരുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. അവര് അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ശിശുവിനെ കുറിച്ച് കണ്ടതും കേട്ടതുമൊക്കെ ദൂതൻ നിർദ്ദേശിക്കാതെ തന്നെ മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് അവർ തയ്യാറായി. അങ്ങനെ അവര് ഈശോയുടെ ആദ്യത്തെ സാക്ഷികളായിട്ട് മാറുന്നു. ആട്ടിടയന്മാരുടെ ഈ വിവരണം എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? ഒന്നാമതായിട്ട് ആട്ടിടയന്മാരുടെ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടല്ല. നമ്മുടെ കഴിവും ആരോഗ്യവും സമ്പത്തും സ്ഥാനമാനങ്ങളൊന്നും ദൈവം പരിഗണിക്കുന്നില്ല. പ്രത്യുത ഹൃദയത്തിൻ്റെ എളിമ നിറഞ്ഞ ഹൃദയവും മനസ്സിൻ്റെ തുറവയുമാണ് അവിടുന്ന് പരിശോധിക്കുന്നത്. ലോകത്തിലെ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായിട്ട് ലോകത്തിലെ ഭോഷന്മാരെയും ശക്തരായവരെ ലജ്ജിപ്പിക്കാനായിട്ട് ലോകത്തിൽ അശക്തരായവരെയും അവഗണിക്കപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും ഒക്കെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള പൗലോസ്ലീഹയുടെ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും നമ്മുടെ കുറവുകളെ ഓർത്ത് നമുക്ക് അപകർഷത ചിന്ത ഉണ്ടാകാൻ പാടില്ല. കാരണം ദൈവം നമ്മുടെ കഴിവുകളല്ല, ഹൃദയമാണ് പരിശോധിക്കുന്നത്. രണ്ടാമതായിട്ട് മാലാഖ പറഞ്ഞത് ഇടയന്മാർ കേട്ടു, വിശ്വസിച്ചു, അതിനോട് ക്രിയാത്മകമായിട്ട് അവർ പ്രതികരിച്ചു. സുവിശേഷവൽക്കരണം എന്നത് നാം കണ്ട് അറിഞ്ഞ് അനുഭവിച്ച ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവസ്വരത്തിന് ശ്രദ്ധാപൂർവം കാതോർക്കുവാനായിട്ടും അതിനോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ടും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും നാം തയ്യാറാകുന്നുവെങ്കിൽ നാം സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുകയാണ് ചെയ്യുന്നത്. ഈ ആട്ടിടയന്മാർ അതിന് നമുക്ക് പ്രചോദനം ആകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.